നമുക്കടങ്ങ് നിക്കാൻ പോയാലോ? നിക്കാൻ പോവാനാ? ഒരു റിസോർട്ടിലാറ്റോ സ്വിമ്മിംഗ് പൂളില്. നമുക്ക് പിന്നെ പോവാ. പോവാ വെറുതെ സ്കൂളൊക്കെ തുറക്കാനല്ലേ. പിന്നെ നമുക്ക് പോണ്ടത് നമുക്കെന്നാല് പൈതൽ മല വിട്ടാലോ? റെഡി. അപ്പൊ ഗൈസ് വെൽക്കം ടു ദുബായ് കാൽഫോർഡിയം വ്ലോഗ്സ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈതൽ മലയിലെ കൂടെ ഒന്നും നോക്കണ്ട. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈതൽ മലയിലെ ഹോളിസ്റ്റിക് എക്കോ റിസോർട്ട് ആൻഡ് ആയുർവേദിക് റിട്രീറ്റ് കേന്ദ്രത്തിലാണ് എത്തിയിട്ടുള്ള. ഇതാണ് നമ്മൾ പറഞ്ഞ റിസോർട്ട് ഇട്ടാണ്. ഇത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ചന്ദനക്കമ്മാറ പൈതൽ മല റോഡ് വഞ്ചിയം. ഏകദേശം 20 ഏക്കറിൽ സംഭവം കാണാനുണ്ട് എന്നാണ് പറയുന്നത്. അമ്മാതിരി സംഭവമാണെന്ന് പോലും ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ എന്തെല്ലോ ഉണ്ടെന്ന് അറിയുന്നുണ്ട്. എന്തായാലും വന്നാലേ ഇല്ല നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി നോക്കിയേക്കും. ഒന്നും നോക്കണ്ട, അപ്പോൾ ആ ഉള്ളിൽ കയറും. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് നേരെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തേക്കാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നേരെ കിച്ചണിലേക്ക് പോയത്. റെസ്റ്റോറൻറ്റ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് അതാണല്ലോ നമുക്ക് മുഖ്യം. അപ്പം നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ഇട്ടു. അടിപൊളി റെസ്റ്റോറൻറ്റ് നോക്കണം. നല്ല എന്താ പറയുക, ഫുഡിൻ്റെ കാര്യം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നാടൻ ഫുഡാണ്, കാര്യങ്ങൾ സെറ്റാണെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കയറുമ്പോൾ വിളിക്കാം. അപ്പോൾ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഇപ്പം വൈകുന്നേരം ഓർഡർ ചെയ്യണം, എന്നാൽ രാത്രി ഡിന്നർ സെറ്റ് ആവുന്നതാണ്. അപ്പോൾ അമ്മാസ് മോം കിച്ചണിൽ നമ്മൾ ഫുഡിന് ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ റൂമിൽ പോയി ഏകദേശം സെറ്റായി നേരെ പൂളിലേക്ക് വന്നു. നൈറ്റ് വ്യൂ എങ്ങനെയുണ്ട് പൂളിൻ്റെ നോക്കാന്ന് വേണ്ടിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പം നേരെ ഒന്ന് പൂളിലേക്ക് അല്ലേ. അമ്മ പൂളിൽ നിന്ന് ഏകദേശം തളർന്നിട്ട് ആവശ്യമായി കുളിച്ചിട്ട് അപ്പം നേരം തന്നെ റെസ്റ്റോറൻറ്റ് പോകാവുന്ന വഴിക്കാണ് ഇത് കണ്ടത്. ഇത് റിട്രീറ്റ് ഏരിയ, നമ്മൾ യോഗയെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം റെസ്റ്റോറൻറ്റാണ്, നേരെ അങ്ങോട്ടേ കൂടാം. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രൈഡ് റൈസും പിന്നെ ഒരു ചിക്കൻ റോസ്റ്റുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഏകദേശം ഫ്രൈഡ് റൈസ് എന്തോ ഒരു നാരങ്ങ കഴിഞ്ഞോളൂ. ഇനി അവരുടെ സ്റ്റൈൽ എന്താണെന്നറിയില്ല, എത്ര ഒരു ഇതായിട്ടുണ്ടായിട്ടാണ്. ഒരു ആവറേജ് ഉണ്ടായിരുന്നു, എന്നാലും മോശമില്ല. ചിക്കൻ റോസ്റ്റും അങ്ങനെ. പിന്നെ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മോമോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചീസ് മോമോസ് ഏകദേശം ഒരു മജ ഉണ്ടായിന്, ഏകദേശം ഉറപ്പുണ്ടായിന്, എന്നാലും പ്രശ്നമില്ല, അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഒന്ന് നടക്കാൻ ഇറങ്ങി റൂമിലേക്ക് പോയി. റൂം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരട്ടെ, രാത്രി ആയതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ. പിന്നെ നേരം വെളുത്തു പഴയ പോലെ തന്നെ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. പിള്ളേർക്ക് വേറെ ഒന്നും വേണ്ട, സ്വിമ്മിംഗ് പൂള് മാത്രം മതി. അതുകൊണ്ട് ഉറക്കം പോലും ഉണ്ടായിട്ടാണ്. രാവിലെ എണീച്ചിട്ട് പറഞ്ഞാൽ ആദ്യം സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നിട്ട് നേരെ ആദ്യം സ്വിമ്മിംഗ് പൂളിലേക്ക് തന്നെ വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു ഓഫ് റോഡ് ജീപ്പ് റൈഡ് ഉണ്ട്, നമുക്ക് അതിന് പോകാമെന്ന് പറഞ്ഞു. ഇതിനുള്ള എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പൈതൽ മലേൻ്റെ കുറച്ച് ബാക്ക് വരെ പോകും. പിന്നെ ഇവർ തന്നെ പ്രിമേസിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യൂ എല്ലാം കാണിച്ചിട്ട് എന്നിട്ട് അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിട്ട് ഇവർ തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന്. ഇത് ഇവരെ ജീപ്പിൽ പോകുന്ന സമയത്ത് കാണുന്നൊരു സംഭവമാണ്. മുകളിലേക്ക് കയറുമ്പോൾ ഇവർ തന്നെ ഒരു സെറ്റ് ചെയ്തൊരു വ്യൂ പോയിന്റ്. അടിപൊളി, നല്ല തണുത്ത കാറ്റൊക്കെ ഉള്ളൊരു ഏരിയ ആയിരുന്നു. ഇതല്ലേ നീ ഇതാ വ്യൂ പോയിന്റിന് തൊട്ട് മുട്ടിയിട്ടുണ്ടായ ഒരു ഏറുമാടം പോലത്തെ ഒരു സംഭവമാണ്. അതിന്റെ മുകളിലെ വീഡിയോ നിങ്ങൾക്ക് ഇതിന്റെ തൊട്ട് മുമ്പേ കണ്ടത്. നല്ല അടിപൊളി കാഴ്ചയായിരുന്നു അവിടുന്ന്.
നമ്മളങ്ങനെ ജീപ്പിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടം വരെ ജീപ്പ് പോകും. ഏകദേശം പൈതൽമല വന്നവർക്കറിയാം ഇത് ഏതാ സ്ഥലം എന്നുള്ളത്. ആ കാണുന്നതാണ് കേട്ടോ പൈതൽമല. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ജീപ്പ് സർവീസ് ഇല്ല. പിന്നെ ജീപ്പല്ല, പൊതുവെ വണ്ടി ഇല്ലാന്ന് തോന്നുന്നു. ശരിക്കും അറിയില്ല. സാധാരണ പിന്നെ നടന്നിട്ട് വടിയിൽ മുത്തിയിട്ട് പോകണമെന്നല്ലാന്ന് പറയുന്നുണ്ടായി. പിന്നെ അതിനൊന്നും റിസ്ക് എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മളെ റിസോർട്ടിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. ജീപ്പ് റൈഡ് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ നേരെ ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇവിടെ ഏകദേശം ഉണ്ടല്ലോ ഒരു 33 ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അതിലെന്ന് വെച്ചാൽ ബർമ ബ്രിഡ്ജ്, പ്രൈവറ്റ് വാട്ടർഫാള്, ജംഗിൾ പോൺസ്, വാലി ക്രോസിങ്, ട്രെക്കിങ്, ഓർഗാനിക് ഫാമിങ്, ഹണി ബി ഫാമിങ്, ആനിമൽ ബേർഡ് ഫാം ടൂറ്, കമാൻഡോ നെറ്റ് ക്ലിമ്പിങ്, ഈ കയറുന്ന സാധനം, പിന്നെ അതുപോലെ തന്നെ ഡൈനോസർ പാർക്ക്, റോപ്പ് ബാലൻസിങ്, ക്യാരംസ്, കിഡ്സ് ട്രാമ്പോളിന്, ബാഡ്മിൻ്റൺ കോർട്ട്, സിപ്പ് ലൈന്, പിന്നെ നമ്മളിപ്പോൾ പോയിട്ട് വന്ന ഓഫ് റോഡ് ജീപ്പ് റൈഡ്. ഇത്രയും സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊന്നും കളിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിയേന്. പിന്നെ അധികം പിന്നെ റിസ്ക് എടുക്കാനൊന്നും നിന്നില്ല. നമ്മളെക്കൊണ്ട് ആകുന്ന രീതിയിലുള്ള സംഭവം
ആ